ഹലോ നമസ്കാരം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ്. അങ്ങനെ മുത്തശ്ശി പറയാണ്, നിൻ്റെ സഹോദരനാണെങ്കിൽ നിൻ്റെ സ്വന്തം കൂടപ്പിറപ്പാണെങ്കിൽ നീ അവനെ ഇങ്ങനെ ഉപേക്ഷിച്ച് കളയോ? അവൻ തെറ്റിലേക്ക് പോകുന്നത് നോക്കി നിൽക്കോ? നീ ഒന്ന് പോയി ബാലചന്ദ്രനെ വിളിക്ക്, അവൻ നോക്കിക്കോളും എല്ലാ കാര്യങ്ങളും എന്നൊക്കെ പറയണം. അപ്പോൾ അങ്ങനെ കേട്ടപ്പോൾ അലീനയ്ക്ക് ഒന്നുകൂടി ആവേശം കൂടിയാണ്. കാരണം തൻ്റെ സ്വന്തം സഹോദരനാണ്, മുത്തശ്ശിക്ക് അത് അറിയില്ല എന്നല്ലേ ഉള്ളൂ. പെട്ടെന്ന് ഓടി ചെന്നിട്ട് കലണ്ടറിൽ നോക്കിയിട്ട് നമ്പർ എടുത്തിട്ട് ബാലചന്ദ്രനെ വിളിക്കുകയാണ്. അപ്പോൾ കോൾ എടുക്കുമ്പോഴത്തേന് ഹലോ ബാലചന്ദ്രൻ സാറാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറയുന്നത്. സാറിനൊന്ന് കൊടുക്കും, സാറിൻ്റെ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത്, ഒരു അത്യാവശ്യത്തിനാണ് എന്ന് പറയുകയാണേ. അപ്പോൾ ഞാനിപ്പോൾ നോക്കാം, ഒന്ന് ഹോൾഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അയാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബാലചന്ദ്രൻ വന്ന് ഫോൺ എടുക്കുകയാണ്. ഹലോ സാർ, ഇത് ഞാനാണ്, അലീനയാണ്, വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് പറയുന്നത്. ആകെ പരിഭ്രാന്തിയായിട്ടാണ് അലീന വിളിക്കുന്നത്. അപ്പോൾ ബാലചന്ദ്രന് എന്തോ പന്തികേട് തോന്നുകയാണ്. എന്താ അലീന നീ പറ എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ? അതൊന്നുമില്ല സാർ, വേറൊരു കാര്യം. എന്താ പറ, അമ്മ എന്ത് പറഞ്ഞു? അമ്മയുടെ കാര്യം ആയിരിക്കും എന്നോർത്തിട്ടാണ് ബാലചന്ദ്രൻ ടെൻഷൻ ആവുന്നത് കേട്ടോ. അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ എന്നാണ് ബാലചന്ദ്രൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ചോദിക്കുന്നത്, അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയോ, അമ്മ എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല ഒന്നുമില്ല എന്ന് പറയണം. അപ്പോൾ പറയുന്നുണ്ട് നീ എന്താ കാര്യം പറ, എന്താണെങ്കിലും പറ എന്ന് പറയുമ്പോൾ അലീന ആദ്യം ഇങ്ങനെ പറയാനായിട്ട് മടിക്കണം. അത് സാർ, അത് പിന്നെ രോഹിത്ത് എന്ന് പറയണം. രോഹിത്തിന് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ രോഹിത്ത് ഇന്ന് കോളേജിൽ പോയിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് എന്ന് പറയണം. അതിനെന്താ, അവൻ ക്ലാസ് കട്ട് ചെയ്ത് വന്നതാണോ എന്നൊക്കെ ചോദിക്കുകയാണെ. അത് ക്ലാസ് കട്ട് ചെയ്ത് വന്നതാണെന്ന് പറയണം. അപ്പോൾ അത് അവൻ്റെ സ്ഥിരം പരിപാടിയാണ്, ഇടയ്ക്ക് ക്ലാസ് കട്ട് ചെയ്ത് വരല്. അവന് എത്ര പറഞ്ഞാലും ശരിയാ, നന്നാവത്തില്ല അവൻ എന്നൊക്കെ പറയണ ബാലചന്ദ്രൻ. അപ്പോൾ അലീന പറയുന്നത് രോഹിത് തനിച്ചല്ല വന്നേക്കുന്നത്, കൂടെ ഒരു ഫ്രണ്ട് കൂടി ഉണ്ട് എന്ന് പറയണം. അപ്പോൾ അതിനെന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ അതൊരു പെൺകുട്ടി എന്ന് പറയണം. അവർ ഒരു വീട്ടിലേക്ക് വന്നിട്ട് കുറച്ച് നേരമായി എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ ആകെ ഷോക്ക് ആവാട്ടോ. അപ്പോൾ രോഹിത് ഒരു പെൺകുട്ടിയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ ബാലചന്ദ്രന് ആകെ ഷോക്ക് ആവുന്നുണ്ട്. നീ എന്താ പറഞ്ഞ, പെൺകുട്ടിയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വന്നോ? അതേ സാർ, അവർ കുറേ നേരമായി റൂമിൽ കയറിയിട്ട് കഥ കടച്ചിരിക്കുകയാണ്. ഞാനൊരു തവണ ചെന്നിട്ട് അങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു, അവൻ്റെ കാര്യങ്ങളിലൊന്നും ഇടപെടേണ്ടെന്ന് പറഞ്ഞു എന്ന് പറയണം അലീന. നീ എന്തിനാണ് അത് അനുവദിച്ച് കൊടുത്തതെന്ന് ബാലചന്ദ്രൻ വീണ്ടും ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല സാർ എന്ന് പറയണം. മുത്തശ്ശി പറഞ്ഞു, പെട്ടെന്ന് സാറിനെ വിളിക്കാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് എന്ന് പറയണം അലീന. ഞാൻ ഉടനെ വരാം, എന്താ വേണ്ടതെന്ന് എനിക്കറിയാം, ഞാൻ ചെയ്തോളാം. നീ ഒരു കാര്യം ചെയ്യ്, അവരെ ഒന്നുകൂടി പോയിട്ട് അവനെ ദേഷ്യം പിടിപ്പിക്കാനാണെങ്കിൽ ഒന്നുകൂടെ പോയിട്ട് അവനോട് സംസാരിച്ച് നോക്ക് എന്ന് പറയണം ബാലചന്ദ്രൻ. അങ്ങനെ അലീന, സാർ ഒന്ന് വേഗം വരണേ, അല്ലെങ്കിൽ ഇവിടെ ആകെ കുഴപ്പമാവും, അവൻ ചെറിയ പയ്യനല്ലേ, എന്തെങ്കിലുമൊക്കെ അബദ്ധത്തിൽ ചെന്ന് ചാടും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് വന്നേക്കാം, ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറയണം. അങ്ങനെ ഫോൺ കട്ട് ചെയ്യണം. അലീനയാണെങ്കിൽ മുത്തശ്ശിയുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ സാറിനെ വിളിച്ചു എന്ന് പറയണം. ബാലൻ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വരാമെന്ന് പറഞ്ഞു, ഇവിടെ ടൗണിൽ തന്നെയുള്ള കടയിലുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം മുത്തശ്ശി. അപ്പോൾ മുത്തശ്ശി, സാറ് വരുമ്പോഴേക്കും അവർ ഇപ്പോഴും റൂമിൽ തന്നെയല്ലേ കഥ കടച്ചിട്ട് ഇരിക്കുകയാണ്, എനിക്ക് ഒരു സമാധാനം ഇല്ലയെന്ന് അലീന പറയണം. മോളൊരു കാര്യം ചെയ്യും, ഒന്നുകൂടി ചെന്ന് വിളിച്ചു നോക്കി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടെന്ന് ചോദിക്കാം, പറയട്ടോ മുത്തശ്ശി. അപ്പോൾ അലീന പറയുന്നുണ്ട്, മുത്തശ്ശി എനിക്ക് പേടിയാണ്, രോഹിത് എന്നോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് പറയണം. അതൊന്നും മോള് കാര്യമാക്കണ്ട, അവൻ എത്ര ദേഷ്യപ്പെട്ടാലും അവൻ ഈ വീട്ടിലെ പയ്യനല്ലേ, ആ ഹരിയാണ് അവനെ മൊത്തം കുഴപ്പത്തിലും കൊണ്ട് ചെന്ന് ചാടിക്കുന്നത്. മോളൊരു കാര്യം ചെയ്യും, ഒന്നും കൂടി പോയി പറഞ്ഞു നോക്കി, മോളൊന്ന് പറഞ്ഞു നോക്കി എന്ന് പറയുമ്പോൾ ഞാൻ പോണോ മുത്തശ്ശി എന്ന് പറയണം. നീ ചെല്ല് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി പറഞ്ഞേക്കാണ് അലീനയെ. അതേസമയം കാണിക്കുന്നത് രേവതിക്കുട്ടി വീണ്ടും അവിടെ ഫോട്ടോസൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫോൺ ചാർജിൽ ഇട്ടിട്ടുണ്ടല്ലോ, അങ്ങനെ ആൽബംസ് ഒക്കെ മറിച്ച് നോക്കി അതിൽ ഓരോ ഫോട്ടോയും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലൊക്കെ ഇവർ ഭയങ്കര ക്ലോസ് ആയിട്ട് എടുത്ത ഫോട്ടോസൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് രേവതിക്കുട്ടിക്ക് ഒരു കാര്യം മനസ്സിലാവുകയാണ്, ഇവർ ഒരുമിച്ച് ഒരു റിസോർട്ടിലൊക്കെ പോയി താമസിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവുക കേട്ടോ. കാരണം അങ്ങനെ ഒരു റിസോർട്ടിൽ താമസിച്ചതിൻ്റെ എല്ലാ തെളിവുകളും അതിലുണ്ടായിരുന്നു. കുറേ ഫോട്ടോസും റിസോർട്ടിൽ നിന്ന് എടുത്ത ഫോട്ടോസും അവർ ഒരുമിച്ചെടുത്ത സെൽഫീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല നല്ല ഫോട്ടോസൊക്കെ അതിലുണ്ടായിരുന്നു. അപ്പോൾ രേവതിക്കുട്ടി ആ ഫോട്ടോ എടുത്ത് ആൽബം എടുത്ത് അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതേസമയം അലീന വീണ്ടും രോഹിത്തിൻ്റെ റൂമിലേക്ക് ചെല്ലുക കേട്ടോ. എന്നിട്ട് വാതിലിൽ ഇങ്ങനെ മുട്ടാനായിട്ട് മടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ആദ്യം ഒന്ന് മുട്ടാനായിട്ട് പോകും, തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ വരും, പിന്നെയും അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരും, അങ്ങനെ ഇങ്ങനെ 2-3 തവണ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നത്. ലാസ്റ്റ് രണ്ടും കൽപ്പിച്ച് അലീന വീണ്ടും കഥകിൽ മുട്ടുകയാണ്. അപ്പോൾ അപ്പോഴും റൂമിൽ അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് രോഹിത് ആ ദേഷ്യമൊക്കെ മാറി, അലീനയോടുള്ള ദേഷ്യമൊക്കെ മാറ്റി വെച്ച് നമ്മുടെ റൂബിയോട് ഇങ്ങനെ ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് ഇങ്ങനെ വീണ്ടും അപ്രോച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കിസ് ചെയ്യാനൊക്കെയുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ടച്ചിങ്സും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കലാപരിപാടികൾ അവനവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും കഥകിൽ മുട്ടുന്നത് കേൾക്കുന്നത്. അവന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് വീണ്ടും കഥകിൽ മുട്ടുന്നത് കേട്ടപ്പോൾ. ഒരു സമാധാനം സ്വസ്ഥതയും തരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവന് ദേഷ്യപ്പെട്ടുകൊണ്ട് ചുമരിൽ ആഞ്ഞിരിക്കുന്നുണ്ട്. എന്താ രോഹി നീ കാണിക്കുന്നത്, ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ, ആ പെണ്ണെന്താ ഇങ്ങനെ ഏത് നേരം വന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കും.
ചോദിക്കുകയാണ് റൂബി. അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് അവൾക്ക് ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് കഥക് തുറക്കുക കേട്ടോ. കഥക് തുറക്കുമ്പോൾ അലീന നിൽക്കുന്നത് കാണുകയാണ്. അപ്പോൾ അലീനയോട് ചോദിക്കണം, എന്താ നീ എന്തിനാ ഏത് സമയം ഇങ്ങോട്ടേക്ക് കയറി വരുന്നത്? ഒന്ന് സ്വസ്ഥമായിട്ട് ഇവിടെ ഇരിക്കാനും സമ്മതിക്കത്തില്ലേ എന്ന് ചോദിക്കുകയാണ് രോഹിത്. അപ്പോൾ അലീന പറയുന്നുണ്ട്, നീ എന്താ രോഹിത് ഈ ചെയ്യുന്നത്? ഇത് എത്ര തെറ്റായ കാര്യമാണെന്നറിയാം. ഒരു പെൺകുട്ടിയെ വിളിച്ച് റൂമിൽ കയറ്റിയിട്ട് കഥ കടച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് വളരെ മോശം പരിപാടിയാണ്. ഞാൻ രോഹിത്തിനെ കുറിച്ച് ഇങ്ങനെയൊന്നുമല്ല ചിന്തിച്ചത്. രോഹിത് എത്ര നല്ല പയ്യനാണ്. ആ ഹരിയുടെ കൂട്ടുകൂടിയിട്ട് അവൻ്റെ വർത്തമാനം കേട്ടിട്ട് ഓരോ കോപ്രായങ്ങൾ കാണിച്ച് ഓരോ അബദ്ധത്തിൽ ചെന്ന് ചാടല്ലേ എന്നൊക്കെ പറയുമ്പോൾ നീ ആരാടി എന്നെ ഉപദേശിക്കാനായിട്ട്? എൻ്റെ അച്ഛനും അമ്മയും പോലും എന്നെ ഉപദേശിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്നിട്ടാണ് നീ എന്നെ ഉപദേശിക്കാൻ നടക്കുന്നത്? വീട്ടിലെ വെറും സെർവൻറ്റ്, പോടി പട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല തെറിയൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് അലീന ആകെ ഷോക്കാവുകയാണ്. അപ്പം വീണ്ടും അകത്തേക്ക് കയറി കഥ കടക്കാൻ നോക്കുമ്പോൾ രോഹിത് പ്ലീസ് കഥ കടക്കില്ലേ, നിങ്ങൾ ഇവിടെ ഇരുന്ന് സംസാരിക്കണമെങ്കിൽ സംസാരിച്ചു, എന്തിനാണ് ഈ കഥ കടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ രോഹിത് പറയുന്നുണ്ട്, പിന്നെ ഞങ്ങളിവിടെ മലൊക്കെ തുറന്നിട്ടിട്ട് വേണം ഇരുന്ന് സംസാരിക്കാൻ. ഞാൻ എൻ്റെ റൂമിൻ്റെ ഡോറല്ലേ അടയ്ക്കുന്നത്, അല്ലാതെ എൻ്റെ ഫ്രണ്ടിനെ വെച്ചിട്ടല്ലേ ഞാൻ ഡോർ അടിക്കുന്നത്, അല്ലാതെ നിന്നെയല്ലല്ലോ ഇവിടെ ഇരിക്കുന്നത്. നീ റൂമിൻ്റെ അടുത്തേക്ക് പോലും വന്നു പോകരുത് എന്ന് പറഞ്ഞിട്ട് നിൻ്റെ സൂക്കേടൊക്കെ എനിക്ക് എന്താണെന്ന് അറിയാൻ മനസ്സിലാവുന്നുണ്ട്. നിൻ്റെ ഒരു സൂക്കേടും എൻ്റെ അടുത്ത് നടക്കത്തില്ല എന്നൊക്കെ ആ പെൺകുട്ടി കേൾക്കാനായിട്ട്, റൂബി കേൾക്കാനായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അതായത് റൂബിയോട് പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അവൾക്ക് തന്നോടൊരു ക്രഷ് ഉണ്ട്, അലീനയ്ക്ക് രോഹിത്തിനോടൊരു ക്രഷ് ഉണ്ട്, അവനത് മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു വെച്ചേക്കല്ലേ. അപ്പോൾ ആ ഒരു രീതിയിലാക്കി മാറ്റുകയാണ് രോഹിത് അലീനയോടുള്ള സംസാരം കേട്ടോ. അങ്ങനെ അലീനയോട് ഭയങ്കര രൂക്ഷമായിട്ട് സംസാരിക്കുമ്പോൾ അലീന വീണ്ടും പറയുന്നുണ്ട്, ദേ രോഹിത് പ്ലീസ് ഇങ്ങനെയൊന്നും ചെയ്യല്ലേ, നീ അവളെ പറഞ്ഞയക്കുക, അവളോട് വീട്ടിൽ ചെല്ലാൻ പറ. എന്നിട്ട് ആ പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ വീട്ടിൽ ആരുമില്ലേ കൊച്ചി? നീ വീട്ടിൽ പറഞ്ഞിട്ടാണോ ഇങ്ങോട്ടേക്ക് പോകുന്നത്? നീ കോളേജിലേക്കെന്ന് പറഞ്ഞ് പോകുന്നതായിരിക്കത്തില്ലേ? നീ ഇവൻ്റെ കൂടെ ഇങ്ങോട്ടേക്ക് ഇവൻ്റെ വീട്ടിലേക്ക് വരുന്നു എന്നെങ്ങാനും പറഞ്ഞിട്ടാണോ പോകുന്നത്? നിൻ്റെ വീട്ടിലെ നമ്പർ ഒന്ന് തന്നെ ഞാൻ വിളിച്ച് നോക്കാം എന്നൊക്കെ പറയുമ്പോൾ രോഹിത് വീണ്ടും ദേഷ്യപ്പെടുന്നത്, നീ ആരാന്നാടി നിൻ്റെ വിചാരം? നീ വെറും സെർവൻ്റ് അല്ലേ, നീ എന്തിനാണ് ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത്? ഈ വീട്ടിൽ അങ്ങനെ പല കാര്യങ്ങളും നടക്കും, നീ അതിലൊക്കെ ഇടപെടാൻ നീ ആരാ ഇവിടുത്തെ? നീ ഈ വീട്ടിൽ ആരും അല്ലല്ലോ, ഈ വീട്ടിലെ അംഗമൊന്നും അല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഈ വീട്ടിലെ അംഗമല്ലായിരിക്കാം, പക്ഷേ ഈ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് ഈ വീട്ടിൽ എന്ത് സംഭവിച്ചാലും അതിന് ഞാൻ കൂടി ഉത്തരവാദിയാണ്. എനിക്ക് ഉത്തരവാദിത്വമുണ്ട് ഈ വീട്ടിൽ തെറ്റായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ. അതുകൊണ്ട് എനിക്കത് ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ. മാഡവും സാറും പോകുമ്പോൾ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. മുത്തശ്ശി ഇവിടെ കിടപ്പിലാണ്, അതുകൊണ്ട് എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് ഈ വീടും ഒക്കെ. അതുകൊണ്ട് ഇവിടെ എന്ത് നടന്നാലും അതിന് എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊന്നും ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ നീ ഒന്ന് പോടി പുല്ലേ, നീ നിൻ്റെ പാട് നോക്കിയപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിട്ട് ശക്തിയിൽ കഥ കണ്ട് അടക്കുക കേട്ടോ. അലീനയാണെങ്കിൽ ആകെ സ്തംഭിച്ച് പോകണം. എത്രയൊക്കെ പറഞ്ഞിട്ടും അവൻ അനുസരിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് അലീന മെല്ലെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങിയാണ്. താഴേക്ക് ഇറങ്ങുമ്പോൾ അലീനയ്ക്ക് ഒരു സമാധാനമില്ല. അലീന ഇടയ്ക്ക് മുകളിലേക്ക് തന്നെ നോക്കും, ഇടയ്ക്ക് 2 സ്റ്റെപ്പ് മുകളിലേക്ക് തന്നെ കയറും, ഒന്നുകൂടെ പോയി വിളിച്ചാലോ എന്ന് ഓർത്തിട്ട്. അങ്ങനെ പക്ഷേ ഒരു കാര്യമില്ലാത്തത് കൊണ്ട് അലീന താഴേക്ക് ഇറങ്ങി പോവാണ്. അതേസമയം നമ്മുടെ രേവതിക്കുട്ടിയാണെങ്കിൽ ആൽബമൊക്കെ നോക്കി കഴിഞ്ഞിട്ട് അവിടെ ഒരു ഡയറിയും കൂടി ഇരിപ്പുണ്ടായിരുന്നു ആ ടേബിളിൻ്റെ ഷെൽഫിൽ തന്നെ. അങ്ങനെ ആ ഡയറി എടുത്ത് നോക്കുക കേട്ടോ. ആ ഡയറിയിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് ജോമോൻ എഴുതിയ കുറച്ച് പേഴ്സണൽ ഡയറികളായിരുന്നു. അപ്പം നമ്മുടെ ഷെറീനെ കണ്ടുമുട്ടിയതും ഷെറീനുമായിട്ടുള്ള കണക്ഷനും തൻ്റെ മാമച്ചായനെയും അതുപോലെ പപ്പയും മമ്മിയും കുറിച്ച് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അതിലിങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വായിക്കുമ്പോൾ രേവതിക്കുട്ടിക്ക് ഇങ്ങനെ തോന്നുകയാണ്, എന്തോ ഒരു സ്നേഹത്തിലായിരുന്നു ഷെറിൻ ചേച്ചിയും ജോമോൻ ചേട്ടനും ജീവിച്ചത്. അവർ ഇങ്ങനെ പിരിഞ്ഞു പോയല്ലോ, ഈ ചേച്ചി ഇപ്പോൾ എവിടെയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഡയറി ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് രേവതിക്കുട്ടി. അതേസമയം റൂമിൽ രോഹിത് ഭയങ്കര ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഈ അലീന വന്ന് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാണല്ലോ, അത് കാരണം രോഹിത്തിന് ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല കേട്ടോ. അവൻ്റെ കാര്യങ്ങളൊന്നും മര്യാദക്ക് നടക്കുന്നില്ല. അപ്പോൾ അതിന് ഭയങ്കര തടസ്സം നേരിടുകയാണല്ലോ. പരിപാടിയിൽ തടസ്സം നേരിടുമ്പോൾ ആർക്കാണെങ്കിലും ദേഷ്യം വരുമല്ലോ. അപ്പോൾ ആ ദേഷ്യമാണ് രോഹിത് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ദേഷ്യം വന്നത് മുഴുവൻ അവൻ അവിടെ മതിൽ ആഞ്ഞിടിച്ചിട്ടും ചവിട്ടിയിട്ടൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ റൂബിക്ക് ഭയങ്കര പേടിയാവട്ടോ. റൂബിക്ക് അറിയാം ഇവൻ ഭയങ്കര ദേഷ്യക്കാരനാണെന്നുള്ളത്. റൂബി പറയുന്നുണ്ട്, രോഹി നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ, ആ പെണ്ണ് ഇനി വരില്ലായിരിക്കും, ആ പെണ്ണിന് എന്തിൻ്റെ സൂക്കേടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വന്നിട്ട്. ഞാൻ പറഞ്ഞതല്ലേ രോഹി ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുമ്പോൾ നീയല്ലേ പറഞ്ഞത് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല എന്ന്, നീയല്ലേ പറഞ്ഞത്, അതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്, ഇപ്പോൾ ആ പെണ്ണ് വന്ന് ശല്യപ്പെടുത്തുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറയണം റൂബി. അപ്പോൾ രോഹിത് പറയുന്നത് അവൾക്ക് അസൂയാണ്, നിന്നെപ്പോലെ ഒരു സുന്ദരിയായ പെണ്ണ് എൻ്റെ കൂടെ ഇരിക്കുന്നത് കാണുമ്പോൾ അസൂയാണ് അവൾക്ക്, ആ കുശുമ്പാണ് അവൾ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിൽ തന്നെ സംസാരിക്കണം. അപ്പോഴും റൂബിയെ സുഖിപ്പിക്കാനാണ് രോഹിത് ശ്രമിക്കുന്നത് കേട്ടോ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സാരമില്ലെന്ന് ഞാൻ പോയാലോ, ഇനി ഒരു ഇതിൻ്റെ പേരിലൊരു വഴക്ക് വേണ്ട, നമുക്ക് പോവാം, ഇവിടുന്ന് പോവാമെന്ന് പറയുമ്പോൾ നീ ഒന്നും മിണ്ടാതിരുന്നേ, ഇവിടുന്ന് അങ്ങനെയുണ്ട് വിട്ടു പോകാനൊന്നും പറ്റത്തില്ല, ഇത് എൻ്റെ വീടാണ്, അവളുടെ വീടല്ല, അവൾ ഇവിടുത്തെ വെറും സെർവൻറ്റ് മാത്രമാണ്, അവൾ പറയുന്ന കാര്യങ്ങളല്ല ഇവിടെ നടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് രോഹിത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രൻ വീട്ടിലേക്ക് വരുന്ന രംഗങ്ങളാട്ടോ. ബാലചന്ദ്രൻ ഭയങ്കര ദേഷ്യപ്പെട്ടാണ് വീട്ടിലേക്ക് വരുന്ന വഴി തന്നെ ബാലചന്ദ്രൻ വൈജയെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ വീട് വരെ ഒന്ന് പോവുകയാണ്, വീട്ടിലാകെ പ്രശ്നമാണ്,
അലീന വിളിച്ചിരുന്നു പറഞ്ഞപ്പോൾ അലീന വിളിച്ചിരുന്നു, അലീനയ്ക്ക് പറഞ്ഞാൽ ബാലചന്ദ്രൻ്റെ നമ്പർ കിട്ടി, ബാലചന്ദ്രൻ അവൾക്ക് നമ്പർ കൊടുത്തായിരുന്നു എന്നൊക്കെ ചോദിക്കണം. ഞാൻ നമ്പർ കൊടുത്തതൊന്നുമല്ല, എന്നെ വിളിച്ചിരുന്നു, അമ്മ പറഞ്ഞിട്ട് അവൾ കലണ്ടറിലുള്ള നമ്പർ നോക്കിയിട്ട് വിളിച്ചതാണ് എന്ന് പറയണം. അങ്ങനെ എന്താ കുഴപ്പം ചോദിക്കുമ്പോൾ കാര്യങ്ങൾ അലീന പറഞ്ഞ കാര്യങ്ങൾ പറയട്ടോ, ഞാൻ അവിടെ ഒന്ന് പോയി നോക്കട്ടെ. എന്താ ബാലചന്ദ്ര ഇത്ര നിസ്സാരമായ കാര്യമാണ്, അവൻ അവൻ്റെ ഫ്രണ്ടിനെയും കൂട്ടി വീട്ടിൽ വന്നു എന്ന് കരുതിയിട്ട് ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? അവർ ഫ്രണ്ട്സ് അല്ലേ, ഫ്രണ്ട്സ് ആകുമ്പോൾ ഗേൾസ് ബോയ്സ് എന്നൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വൈജി അങ്ങനെ അതിനെ നിസ്സാരമാക്കട്ടെ. എൻ്റെ വൈജി എൻ്റെ കൈൻ്റെ മുന്നിലുണ്ടായിരുന്നെങ്കിൽ ഒരെണ്ണം നിനക്കിട്ട് തന്നേനെ, നീ എന്താ ഈ പറയുന്നത്? ഈ പ്രായം കഴിഞ്ഞാൽ നീയും ഞാനൊക്കെ വന്നിട്ടുള്ളത്. ഓരോ പ്രായത്തിനും ഓരോരോ പ്രത്യേകതകളുണ്ട്. ഈ പ്രായത്തിൽ പിള്ളേരുടെ മനസ്സിൽ ഓരോ ചിന്തകളും വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ആയിരിക്കും. അതിന് നമ്മളിങ്ങനെ നിന്ന് കൊടുക്കണം വേണ്ടത്. അവൻ എന്ത് തെമ്മാടിത്തരാണ് വീട്ടിൽ വന്നിട്ട് ചെയ്യാൻ പോണത്? ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് വീട്ടിൽ കയറ്റിയതല്ല, റൂമിൽ കയറ്റി കഥ കടച്ചിരിക്കുന്നു. അത് ശരിയായ കാര്യമാണെന്നൊക്കെ ചോദിച്ച് നീ വെക്ക്, ഞാനൊന്ന് വീട് വരെ പോകട്ടെ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഗേറ്റ് അടഞ്ഞ് കിടക്കുകയാണല്ലോ. എന്നിട്ട് ഗേറ്റ് തള്ളി തുറന്ന് കാറൊക്കെ അകത്തേക്ക് കയറ്റിയിട്ട് വരികയാണ്. അങ്ങനെ കോളിംഗ് ബെല്ല് അടിക്കുന്നില്ല കേട്ടോ, കാരണം കാറിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ അലീന പെട്ടെന്ന് വന്ന് ഡോറ് തുറക്കുന്നുണ്ട്. അലീന അങ്ങനെ സാറ് വരുന്നത് നോക്കിയിരിക്കുകയാണല്ലോ. ഡോറ് തുറന്നു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, സാറ് വന്നിട്ട് നന്നായി പറയാട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നത് അവരെവിടെ ഇപ്പോഴും റൂമിൽ തന്നെയാണോ ചോദിക്കുമ്പോൾ അതെ സാർ റൂമിൽ തന്നെയാണ് എന്ന് പറയണം. ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ മുകളിലേക്ക് കയറി പോകണം. അലീന താഴെ തന്നെ നിൽക്കാട്ടോ, അലീന മുകളിലേക്ക് കയറി പോകണില്ല. കാരണം 2 തവണ അലീന പോയിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് നല്ല ചീത്ത കേട്ടതാണല്ലോ. അതുകൊണ്ട് അലീന പോകുന്നില്ല, ബാലചന്ദ്രൻ മുകളിലേക്ക് പോവാണ്. അതേസമയം നമ്മുടെ രേവതിക്കുട്ടിയാണെങ്കിൽ ഫോൺ ചാർജിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഫോൺ ചാർജ് കയറിയിട്ടുണ്ടോ എന്ന് ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ചാർജ് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി ആ ഡയറി ഇങ്ങനെ വായിക്കുമ്പോൾ ആ ഡയറിയിൽ നിന്ന് കാര്യം മനസ്സിലാവട്ടോ രേവതിക്കുട്ടിക്ക്. കാരണം ഇവർ അതായത് ജോമോനും ഷെറിനും കൂടെ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു വിവരം കിട്ടുന്ന റിസോർട്ടിലൊക്കെ താമസിച്ച ആ ഫോട്ടോസൊക്കെ കണ്ടല്ലോ. അപ്പോൾ അതിങ്ങനെ കാര്യങ്ങളൊക്കെ എഴുതിച്ചിട്ട് ഇന്ന് ഞങ്ങൾ ആദ്യമായിട്ട് ഒരുമിച്ച് താമസിച്ചു, ഞങ്ങളുടെ ഒരു ഫസ്റ്റ് ഡേ ആയിരുന്നു, ഏറ്റവും ആനന്ദകരമായ ഡേ ആയിരുന്നു, അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ മൂന്നാർ പോയിട്ട് സ്റ്റേ ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ വിവാഹം കഴിഞ്ഞിട്ടൊന്നുമില്ല, അതിന് മുന്നേ ഒരുമിച്ച് താമസിച്ചു എന്നുള്ള രീതിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ രേവതിക്കുട്ടിക്ക് അതിലെന്തോ പന്തികേടൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇവർ വിവാഹം കഴിയാതെ ഒരുമിച്ച് താമസിച്ചല്ലോ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രൻ വന്നിട്ട് രോഹിത്തിൻ്റെ കഥകിൽ മുട്ടുന്ന കേട്ടോ. അപ്പം ആദ്യം 2-3 മുട്ടൽ, അപ്പോഴും ഈ റൂമിൽ ഭയങ്കര കോപ്രായങ്ങൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അതായത് ഓരോ തവണ അലീന വന്ന് പോകുമ്പോഴും കുറച്ച് നേരം ഭയങ്കര ദേഷ്യമായിരിക്കും രോഹിത്തിന്. അലീന വന്ന് ശല്യപ്പെടുത്തിയില്ലേ, ആ ദേഷ്യം മാറി ഒന്ന് റൊമാൻറ്റിക് മൂഡായിട്ട് വരുന്ന സമയത്താണ് അടുത്ത വാതിലിൽ മുട്ടൽ. അപ്പോഴാണെങ്കിൽ അവിടെ റൂമിൽ ഇങ്ങനെ റൊമാൻസ് ഇങ്ങോട്ട് പൂത്തുലഞ്ഞ് വരുന്നതായിരിക്കും. കൈ പിടിക്കലും കാല് പിടിക്കലും കവിളി പിടിക്കലും കഴുത്തെ പിടിക്കലും ഒക്കെ ആയിട്ട് എന്നിട്ട് കിസ് ചെയ്യാനൊക്കെ ഉള്ള എല്ലാ പരിപാടികളും അങ്ങനെ ജസ്റ്റ് പരിപാടികൾ തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ സമയം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒന്നും അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യം ഉണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കൂളായിട്ട് വീണ്ടും പഴയ പരിപാടികൾ ഇങ്ങനെ കയ്യിൽ മെല്ലെ പോയി തൊട്ട് അങ്ങനെ കൈ കയറ്റി വന്ന് അങ്ങനെയുള്ള എല്ലാ പരിപാടികളും കിസ്സിങ്ങിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ആ സമയത്താണ് വീണ്ടും മുട്ടുന്ന വാതില്ല. അപ്പോൾ ഭയങ്കര ദേഷ്യം വരികയാണ് രോഹിത്തിന് കേട്ടോ. അപ്പോൾ വീണ്ടും ഇങ്ങനെ തുടർച്ചയായിട്ട് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആരാന്ന് പോലെ ആരാടാ മുട്ടുന്നതെന്ന് ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് വാതിലങ്ങോട്ട് തുറക്കുകയാണ് രോഹിത്. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് രോഹിത്തിൻ്റെ എല്ലാ ഉള്ള ജീവനും കൂടെ പോയി എന്ന് പറയാം. അത്രയും ആകെ എന്താ പറയുക തകർന്നു പോകുന്നത്, ആകെ ടെൻഷനായി പോവാണ്. ആ മുന്നിൽ നിൽക്കുന്ന അച്ഛനാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ രോഹിത്തിനോട് ചോദിക്കുന്നത് നിനക്ക് എന്താ ഇവിടെ പരിപാടി ചോദിക്കുമ്പോൾ ഒന്നുമില്ല അച്ഛാ, ഞാൻ ഇവിടെ പഠിക്കുകയായിരുന്നു എന്ന് പറയണം. നീ എന്താന്ന് കോളേജിൽ പോയില്ലേ? ആ കോളേജിൽ പോയി വെച്ചാൽ എനിക്ക് ഭയങ്കര തലവേദന, അത് കാരണം ഞാൻ ക്ലാസ് കട്ടാക്കിയിട്ട് വന്നതാണെന്ന് പറയണം. നീ തനിച്ചാണോ വന്നത്? അതെ അച്ഛാ ഞാൻ തനിച്ചാണ് വന്നത്. നിൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അച്ഛാ ആരുമില്ല. ആരാ ഉള്ളത് എന്നിങ്ങനെ അവനാകെ പെട്ടെന്ന് മനസ്സിലാവുകയാണ്. പക്ഷെ അപ്പോഴും പറയുന്നത് ആരുമില്ല എന്നാണ്ട. രോഹിത് എൻ്റെ സ്വഭാവം നിനക്കറിയാലോ, എന്നെ വെറുതെ മോശക്കാരനാക്കരുത്, എനിക്ക് ദേഷ്യം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അടിച്ച് പൊട്ടിക്കും എന്ന് പറയണം. ഇല്ല അച്ഛ ഇവിടെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയണം. രോഹിത് എല്ലാം കയ്യിൽ നിന്ന് പോയിന്ന് രോഹിത്തിന് മനസ്സിലാവാണ്. അങ്ങനെ രോഹിത് മാറുന്നില്ല കേട്ടോ ഡോറിൻ്റെ അടുത്തുനിന്ന്. നീ മാറി, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയാം. അച്ഛൻ എന്ത് പറയണം, അച്ഛൻ എന്നെ വിശ്വാസമല്ലേ എന്ന് ചോദിക്കുകയാണ്. നീ ഒന്ന് മാറി എന്ന് പറഞ്ഞിട്ട് തള്ളി കയറിങ്ങണ്ട് റൂമിലേക്ക് വരികയാണ്. റൂമിലേക്ക് വരുമ്പോൾ ആ കർട്ടൻ്റെ പുറകിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നത് കാണാം കേട്ടോ. അതും കൂടി കണ്ടപ്പോൾ ബാലചന്ദ്രന് ഭയങ്കര ദേഷ്യം ഷോക്കൊക്കെ ആവുന്നു. രോഹിത് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ അവളെ കണ്ടപ്പോൾ ഇതാരാന്ന് ചോദിക്കണം. അതച്ഛാ അത് എൻ്റെ ഒരു ഫ്രണ്ടാന്ന് പറയണം. ഏത് ഫ്രണ്ട് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കോളേജിൽ പഠിക്കുന്ന, എൻ്റെ ക്ലാസ് പഠിക്കുന്ന കൊച്ചാണോ? അല്ല അച്ഛാ എൻ്റെ കോളേജിലുള്ളതാണ്, എൻ്റെ ജൂനിയറാണ്. ഇവൾക്ക് എന്താ ഇവിടെ കാര്യം ചോദിക്കുമ്പോൾ ഇവൾ കുറച്ച് ഡൗട്ടൊക്കെ ചോദിക്കാനായിട്ട് അങ്ങനെ വന്നതാണ് ഞങ്ങൾ എന്ന് പറയണം. അതിന് ക്ലാസ് കട്ട് ചെയ്തിട്ടാണ് വരല്, കോളേജിലൊന്നും സ്ഥലമില്ല ഇങ്ങനെ പഠിക്കാനൊക്കെ ആയിട്ട് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടണം. ഇങ്ങോട്ട് മാറി നിൽക്കുക കൊച്ചെന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ച് വരുത്തുന്നുണ്ട്. അങ്ങനെ അവൾ ഫ്രണ്ടിലോട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ
ബാലചന്ദ്രൻ ഇങ്ങനെ ചോദ്യം ചെയ്യൽ കൂടുതലായപ്പം ഇവളോട് ചോദ്യം ചെയ്യട്ടോ, നീ ഏതാ കൊച്ചു, എവിടെ ഉള്ളതാണ്, എന്താണ്, നീ നിൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടാണോ പോകുന്നത്, നിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഇത് അറിയാവോ, ഇവൻ്റെ കൂടെ വീട്ടിലേക്ക് വരികയാണെന്ന് പറഞ്ഞിട്ടാണോ നീ പോകുന്നത്, നിൻ്റെ അച്ഛൻ്റെ നമ്പർ തന്നെ ഞാനൊന്ന് വിളിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ ആ പെൺകുട്ടിയാണെങ്കിൽ കരച്ചിലിൻ്റെ വക്കിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും കൂടി ചോദിച്ചു കഴിഞ്ഞാൽ കരയും എന്നുള്ളൊരു ഇതിലെത്തിയിട്ടുണ്ട്. അത്രയും ടെൻഷനായിട്ടാണ് അവൾ നിൽക്കുന്നത് കേട്ടോ. ഇതൊന്നും വേണ്ടാന്ന് അവൾ ആവുന്നത് രോഹിത്തിനോട് പറഞ്ഞതാണ്. അപ്പോൾ രോഹിത്തിന് ഇതെല്ലാം കൂടി കേട്ടപ്പോൾ ഭയങ്കര ദേഷ്യം വരികയാണ്. അച്ഛാ, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്, ഞാൻ വിളിച്ചിട്ടാണ് അവൾ വന്നത്, അച്ഛൻ അവളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഇത് അത്ര വലിയ തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവനെ സ്വയം ന്യായീകരിക്കുകയാണ് രോഹിത്. ഇതുകൂടി കേട്ടപ്പോൾ ബാലചന്ദ്രൻ്റെ എല്ലാ കൺട്രോളും കൂടിയാണ് കൈ വീശി നല്ലൊരെണ്ണം രോഹിത്തിൻ്റെ കവിളിലാണ്ട് കൊടുക്കുക കേട്ടോ. തലങ്ങും വിലങ്ങും തല്ലെന്ന് പറഞ്ഞ മാതിരി 2-3 തല്ലൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതുകൂടി കണ്ടപ്പം ആ പെൺകുട്ടി ആകെ ഷോക്കായി പോവാണ്. അപ്പോൾ അവൾ ആകെ പേടിച്ചു പോകട്ടോ. സാർ വേണ്ട, തല്ലണ്ട, ഞാൻ പൊക്കോളാം, അറിയാതെ സംഭവിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇപ്പം ഇറങ്ങിക്കോണം രണ്ടും ഇവിടുന്ന്, എങ്ങോട്ടാന്ന് വെച്ചാൽ പൊക്കോ, നിൻ്റെ ഈ ചീഞ്ഞ പരിപാടിയൊന്നും ഈ വീട്ടിൽ നടക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത്തിനോട് ദേഷ്യപ്പെടുകയാണ്. അപ്പം ഇവളാണെങ്കിൽ നിൻ്റെ വീട് എവിടെയാ കൊച്ചെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ പറയാൻ മടിക്കുന്നുണ്ട്. അങ്ങനെ വീടും വീട്ടുപേരും അച്ഛൻ്റെ പേരും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ വിളിച്ചോളാം, ഞാൻ വിളിച്ചു നിൻ്റെ അച്ഛനോട് സംസാരിച്ചോളാം പറയുമ്പോൾ സാർ വേണ്ട, ഞാൻ ഇനി ഇത് ആവർത്തിക്കത്തില്ല, അച്ഛനോട് വിളിച്ച് പറയണ്ടെന്നൊക്കെ പറഞ്ഞ് കെഞ്ചി പറയണം അവൾ. അങ്ങനെ അവളോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയാണ് ബാലചന്ദ്രൻ. എവിടെ നിന്നാണ് അവളെ കൊണ്ടുവന്നത് അവിടേക്ക് തന്നെ അവളെ നീ തന്നെ കൊണ്ടാക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് രോഹിത്തിനെയും പറഞ്ഞേക്കാണ്. അങ്ങനെ രോഹിത് അവളെയും കൂട്ടിയിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകട്ടെ. അങ്ങനെ പോകുന്ന വഴി അലീന താഴെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അലീനയുടെ പണിയാണ് ഇതെല്ലാം എന്ന് രോഹിത്തിന് മനസ്സിലാവാണ്. വളരെ രൂക്ഷമായിട്ട് അലീനയെ നോക്കുകയാണ്. ഇതിൻ്റെ പുറകിൽ നീയാണല്ലേ അച്ഛനെ വിളിച്ചു വരുത്തിയത്, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, നല്ലൊരു പണി നിനക്ക് തിരിച്ച് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അലീനയോട് ഭയങ്കര ദേഷ്യത്തിൽ സംസാരിക്കുകയാണ് രോഹിത്. അലീനയാണെങ്കിൽ ഭയങ്കര എന്താ പറയുക, ഒരു ആശ്വാസത്തിലാണ്. കാരണം സാറ് വന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ ഇതാണ്ട് തീർന്നല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിലാണ്. അലീന പറയുന്നുണ്ട്, എനിക്ക് സാറിനെ വിളിക്കല്ലാതെ വേറെ വഴിയില്ല രോഹിത്തെ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നത് വളരെ തെറ്റാണ്, അതുകൊണ്ട് എനിക്ക് സാറിനെ വിളിച്ചതിൽ എനിക്കൊരു തെറ്റും തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ നിനക്ക് നല്ലൊരു പണി ഞാൻ തന്നിരിക്കും എന്ന് പറഞ്ഞിട്ട് റൂബിയും കൂട്ടിയിട്ട് വാ റൂബി എന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ ആ പെൺകുട്ടിയാണെങ്കിലും വളരെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടാട്ടോ വീട്ടിൽ ഇറങ്ങി പോകുന്നത്. അതിൻ്റെ ഇടയിലും അലീനെ ഒന്ന് രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ബാലചന്ദ്രൻ താഴേക്ക് ഇറങ്ങി വരികയാണ്. അയാളാണെങ്കിൽ ആകെ തകർന്നു പോയിട്ടു, ആകെ വിഷമിച്ചിരിക്കുകയാണ് ബാലചന്ദ്രൻ. ഒരിക്കലും രോഹിത് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. മക്കളൊക്കെ എന്താ ഇങ്ങനെയായി പോകുന്നതെന്ന് ഓർത്തിട്ട് ആകെ ടെൻഷനാണ്. വൈജയുടെ സ്വഭാവം കൊണ്ടാണ് എന്നുള്ളൊരു രീതിയിലാണ് ബാലചന്ദ്രൻ സംസാരിക്കുന്നത്. അവൾക്ക് മക്കളുടെ കാര്യങ്ങളൊന്നും നോക്കാനും നേരമില്ല, ഒന്നിനും നേരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ കണ്ടില്ലായിരുന്നെങ്കിൽ, നീ എന്നെ വിളിച്ചില്ലായിരുന്നെങ്കിൽ എന്തൊക്കെയായിരിക്കും ഇവിടെ സംഭവിക്കുക എന്നൊക്കെ പറയണം. അലീന പറയുന്നുണ്ട്, എനിക്ക് പേടിയാ സാർ, ഇത് ഇനി എൻ്റെ നേരെ തിരിഞ്ഞു വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് അലീന ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, അലീന നല്ല കാര്യമല്ലേ ചെയ്തത്, ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്നെ വിളിച്ച് പറയുന്നേ വേണം, അലീന ചെയ്തത് തന്നെയാണ് ശരി എന്നൊക്കെ പറയണം ബാലചന്ദ്രൻ. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ ഈ കുടുംബം തന്നെ ഇങ്ങനെയൊക്കെ ആയി പോവുകയാണല്ലോ എന്ന് ഓർത്തിട്ട് സങ്കടപ്പെടേണ്ട സാർ എന്നൊക്കെ പറഞ്ഞിട്ട് അലീന ബാലചന്ദ്രനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ബാലചന്ദ്രൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ ബാല ഇങ്ങനെയൊക്കെ, അവൻ എന്താ ഇങ്ങനെയൊക്കെ ആയിപ്പോയത്, ആ ഹരിയുടെ ഒറ്റ കൂട്ടുകെട്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ആവാൻ കാരണം എന്ന് മുത്തശ്ശി പറയുമ്പം, ശരിയാ മുത്തശ്ശി, ഹരിയാണ് എല്ലാത്തിനും പ്രശ്നമാക്കുന്നത്, ഹരിയാണ് എല്ലാത്തിനും കുഴപ്പം ഉണ്ടാക്കുന്നത്, അവനെ പറഞ്ഞ് തിരിക്കുന്നതൊക്കെ ഹരിയാണ്, എനിക്കറിയാം ഇനി എന്താ വേണ്ടത്, ഞാൻ ശിവേട്ടനെ ഒന്ന് വിളിക്കുന്നുണ്ടെന്നൊക്കെ പറയണം. അങ്ങനെ ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്, ഇനി ഏതായാലും വന്നതിൽ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടേ പോകുന്നുള്ളൂ, അലീന ഭക്ഷണം എടുത്ത് വെക്കുമെന്ന് പറയണം. അങ്ങനെ അലീന ഭക്ഷണം എടുക്കാനായിട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്നത് രോഹിത്തും റൂബിയും കൂടി പോകുന്ന കേട്ടോ. പോയിട്ട് ഒരു സ്ഥലത്ത് എത്തിയിട്ട് അവളെ ഇറക്കി വിടുന്ന, അവളെ കയറ്റി കൊണ്ടുവന്ന സ്ഥലത്ത് തന്നെ ഇറക്കി വിടുന്നുണ്ട്. എന്നിട്ട് അവളാണെങ്കിൽ ഭയങ്കര സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പം രോഹിത്തിന് ഭയങ്കര ദേഷ്യം, നീ എന്തിനീ കിടന്ന് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇങ്ങനെയൊക്കെ ആവുന്നു ഞാൻ അന്നേരം തന്നെ പറഞ്ഞതല്ലേ, ഇതൊന്നും വേണ്ടാന്ന്, രോഹിത് കേട്ടില്ലല്ലോ, ഇപ്പം അതുപോലെയൊക്കെ തന്നെ ആയില്ലേ എന്ന് പറയണം. അങ്ങനെ അതൊന്നും സാരമില്ല, ഇപ്പം എന്താണെങ്കിലും അച്ഛൻ അറിഞ്ഞു, ഇനിയിപ്പോൾ എല്ലാവരും അറിഞ്ഞു, ഇനി പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് ആവാം എന്നൊക്കെ പറയാണ് രോഹിത്. ഞാനിനി എങ്ങോട്ടുമില്ല, ഞാനിനി ഒന്നിനുമില്ല എന്ന് പറഞ്ഞിട്ട് റൂബി അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ ഇത് കാണിക്കുന്നത് നമ്മുടെ രേവതിക്കുട്ടീനെ കേട്ടോ. രേവതിക്കുട്ടി ആണെങ്കിൽ ഇങ്ങനെ ആ ഫോണ് ചാർജിലിട്ടത് ഇങ്ങനെ എടുക്കുകയാണ്. അങ്ങനെ അത് ഓണാക്കുകയാണ്. അങ്ങനെ അത് ഓണാകുമ്പോൾ തന്നെ ഡിസ്പ്ലേയിൽ വരുന്നത് നമ്മുടെ ഷെറിനും ജോമോനും തമ്മിലുള്ളൊരു ഫോട്ടോ കേട്ടോ. അപ്പോൾ അതിങ്ങനെ നോക്കി നിൽക്കണം. അപ്പോൾ അതിലിങ്ങനെയുള്ള ഫോട്ടോസൊക്കെ നോക്കുമ്പോൾ ഒരുപാട് ഫോട്ടോസ്, സെൽഫിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണുകയാണ്. അങ്ങനെ രേവതിക്കുട്ടി ആ ഫോൺ ഇങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഒരു വളരെയധികം പ്രധാനപ്പെട്ട ഒരു വാർത്ത രേവതിക്കുട്ടി കണ്ടെത്തുകയാണ്. അത് മറ്റൊന്നുമല്ല, രേവതിക്കുട്ടി കണ്ടെത്തുന്ന സത്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജോമോൻ വിവാഹം കഴിക്കാനിരുന്ന പെൺകുട്ടി ഗർഭിണിയായിരുന്നു, ജോമോൻ മരിക്കുന്ന സമയത്ത് ഗർഭിണിയായിരുന്നു എന്നുള്ളൊരു ന്യൂസ് കണ്ടെത്തുന്നത് രേവതിക്കുട്ടി കേട്ടോ. അങ്ങനെ രേവതിക്കുട്ടി ആ സത്യം കണ്ടെത്തുകയാണ്. അപ്പോൾ എന്നിട്ട് മാമച്ചാനും ഗ്രേസമ്മയൊക്കെ അറിയിക്കുന്നുണ്ട്. അങ്ങനെയുള്ള നല്ല അടിപൊളി എപ്പിസോഡ്, ഒരു പക്ഷേ നാളത്തെ എപ്പിസോഡിൽ തന്നെ കാണിക്കണമെന്നില്ല, ആ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതൊക്കെ മറ്റന്നാളത്തെ എപ്പിസോഡിലായിരിക്കാം. എന്താണെങ്കിലും ഇത്രയൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത്.